1947 അർദ്ധരാത്രിയിൽ ബാങ്ക് ഉദ്യോഗസ്ഥനായ ആൻഡി തന്റെ കാറിൽ ഇരുന്നു കൊണ്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുന്നു. കയ്യിൽ തോക്കിരിപ്പുണ്ട്. വളരെ വിഷമത്തോടെയാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത്. ശേഷം പുറത്തിറങ്ങി ഒരു വീടിനകത്തേക്ക് ചെല്ലുന്നു. വീടിനകത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയും കാമുകനും കൂടി ബെഡിൽ കിടക്കുകയാണ്. ആ ദൃശ്യം കണ്ട് അവൻ ഞെട്ടിപ്പോകുന്നു. വളരെ വിഷമത്തോടെ അവൻ തന്റെ കയ്യിലുള്ള തോക്ക് അവർക്ക് നേരെ ചൂണ്ടി. അവർ പേടിച്ചു പോകുന്നു. വിഷമവും ദേഷ്യവും കൊണ്ട് ആൻഡിയുടെ കണ്ണ് ചുമന്നു. ശേഷം അവൻ അവിടെ നിന്നും പോകുന്നു. കാറുമെടുത്ത് യാത്രയായി. പോകുന്ന വഴിയിൽ നദിയിൽ അവന്റെ കയ്യിലുള്ള തോക്ക് കളയുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ആൻഡി ഒരു കൊലപാതകത്തിനുള്ള വിചാരണ നേരിടുകയാണ്. അതായത് അവന്റെ ഭാര്യയും ആ കാമുകിയും കൊല്ലപ്പെട്ടിരിക്കുന്നു. കൊലപാതകി എന്ന നിലയിലാണ് ആൻഡി കോടതിയിൽ നിൽക്കുന്നത്. ആൻഡി പറഞ്ഞു, അവൾ വിവാഹമോചനം ആവശ്യപ്പെട്ടിരുന്നു. അതിനെ ചൊല്ലി ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ വക്കീൽ ഇന്റർഫെയർ ചെയ്ത് പറയുകയാണ്. അതെ, ആ വഴക്കിന് ശേഷം അവൾ പോകുമ്പോൾ ആൻഡി അവരെ ഫോളോ ചെയ്തു. തന്റെ ഭാര്യ ഒരു കാമുകനുമൊത്ത് കിടക്കുന്നത് കണ്ട് അവൻ തന്റെ കയ്യിലുള്ള തോക്ക് ഉപയോഗിച്ച് അവരെ വെടിവെച്ച് കൊല്ലുന്നു. അപ്പോൾ ആൻഡി പറഞ്ഞു, ഇല്ല, ഞാൻ അവരെ വെടിവെച്ചിട്ടില്ല. അവരെ പീഡിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ തോക്ക് കൊണ്ടുപോയത്. ഞാൻ ആ തോക്ക് നദിയിൽ കളയുകയും ചെയ്തു. ആ തോക്ക് പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വക്കീൽ പറയുന്നത് ഇങ്ങനെയാണ്: തോക്കിൽ നിന്നും ഒരുപാട് വെടിയുണ്ടകൾ പോയിട്ടുണ്ട്. വീണ്ടും ആ തോക്ക് റിലോഡ് ചെയ്തിട്ടുണ്ട്. അതിനാൽ ആൻഡി തന്നെയാണ് ആ കൊലപാതകി. കോടതിക്ക് ആൻഡിയുടെ മേലുള്ള തെളിവുകൾ നിഷേധിക്കാനായില്ല. അതുകൊണ്ട് തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആൻഡിക്ക് 2 ജീവപര്യന്തം ശിക്ഷ നൽകുകയാണ്. അതായത് ഓരോ കൊലപാതകത്തിനും 1 വെച്ച് 2 ജീവപര്യന്തം. അതേസമയം ഇവിടെ റെഡ് എന്ന തടവുകാരനെ അച്ചടക്ക കമ്മിറ്റി വിലയിരുത്തുന്നു. 20 വർഷത്തെ ജീവപര്യന്തം തടവ് അനുഭവിച്ച റെഡ് പുനരധിവസിക്കപ്പെട്ട ആളാണെന്ന് സത്യം ചെയ്യുന്നു. പക്ഷേ അവർ എപ്പോഴത്തെയും പോലെ അദ്ദേഹത്തിന്റെ പരോളിന്റെ അപേക്ഷ നിരസിക്കുന്നു. തുടർന്ന് റെഡിനെ ജയിലിന്റെ മുറ്റത്തേക്ക് തിരിച്ചയക്കുന്നു. അവിടെ ഒരു കൂട്ടം തടവുകാർ അവനോട് ലഹരി വസ്തുക്കൾ ചോദിക്കുകയാണ്. അതായത് നിരോധിത വസ്തുക്കൾ ജയിലിലേക്ക് കടത്തുന്ന വ്യക്തിയാണ് റെഡ് എന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. താമസിയാതെ ഒരു പുതിയ കൂട്ടം കുറ്റവാളികളെ ഈ ജയിലിലേക്ക് കൊണ്ടുവരുന്നു എന്ന് മറ്റു തടവുകാരിൽ നിന്നും കിംവദന്തി കേൾക്കാൻ തുടങ്ങി. അവർ പുതുമുഖങ്ങളിൽ ആരെയാണ് ആദ്യം ഇടിച്ചു പൊളിക്കേണ്ടതെന്ന് പന്തയം വെക്കുകയാണ്. റെഡ് ആൻഡിയെ നോക്കുന്നു. കാഴ്ചയിൽ അവനൊരു ദുർബലനാണെന്ന് കണ്ട് അയാൾക്ക് അവനോട് വലിയ മതിപ്പൊന്നും തോന്നുന്നില്ല. ഇതാണ് വാർഡനായ നോട്ടൺ. അദ്ദേഹം പുതുമുഖങ്ങളോട് പറയുന്നു, ആദ്യത്തെ നിയമം കർത്താവിനെതിരെ അനാദരവ് കാണിക്കരുത് എന്നാണ്. മറ്റു നിയമങ്ങൾ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കും. ഒരു പുതുമുഖ കുറ്റവാളി എപ്പോൾ ഭക്ഷണം ലഭിക്കുമെന്ന് ചോദിക്കുമ്പോൾ ക്യാപ്റ്റൻ ബൈറൻ അവനെ ചീത്ത പറയുകയും അടിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ആ സംഘത്തെ നഗ്നരാക്കി നിർത്തി അവരുടെ സെല്ലിലേക്ക് അയക്കുന്നു. ലൈറ്റ് അണഞ്ഞു കഴിഞ്ഞാൽ പുതുമുഖങ്ങളിൽ ഒരാൾ കരയാൻ തുടങ്ങി. മറ്റു തടവുകാർ അവനെ കളിയാക്കുകയും പതുപോലെ പുതുമുഖങ്ങളെ എല്ലാം പരിഹസിക്കുകയും ചെയ്യുന്നു. ഹേവുഡ് ആ മനുഷ്യനെ കൂടുതൽ കഠിനമായി കളിയാക്കാൻ തുടങ്ങി. അതവനിൽ കൂടുതൽ വിള്ളലുകൾ ഉണ്ടാക്കി. തടവുകാർ കൈയടിക്കുകയും അവനെ അപമാനകരമായ വിളിപ്പേരുകൾ ഉച്ചത്തിൽ വിളിക്കുകയും ചെയ്യുന്നു. ഇത് പോലീസിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി.